ഹൂതികൾ ചെങ്കടലിൽ ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ചു. പാകിസ്ഥാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ നേരിടുന്നത് വലിയ പ്രതിസന്ധി. യമനിലെ ഹൂതികൾ ചെങ്കടലിൽ ഇന്റർനെറ്റ് കേബിളുകൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന വാർത്തകൾ മുൻപും പ്രചരിച്ചിരുന്നു. മുൻകാലങ്ങളിലേതുപോലെ ലൈനുകൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഹൂതികൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അണ്ടർസീ ഇന്റർനെറ്റ് കേബിൾ മുറിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു എന്നാണ് വിവരം. ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടൽ കേബിളുകൾക്ക് വലിയ പങ്കുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഇതിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇക്കാരണത്താൽ തന്നെ കേബിളുകളിൽ ഉണ്ടാകുന്ന തടസ്സം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെയും കാര്യമായി ബാധിക്കും. നേരത്തെയും ഹൂതികൾ കേബിളുകൾ മുറിച്ചതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസ മുനമ്പിലെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് കേബിളുകൾ ലക്ഷ്യമിട്ടെന്നാണ് ആശങ്ക. എന്നാൽ ലൈനുകൾ ആക്രമിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ഹൂതികൾ. സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപമുള്ള SMW4, IMEWE കേബിൾ സംവിധാനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ നിരീക്ഷിക്കുന്ന വാച്ച്ഡോഗ് ഓർഗനൈസേഷനായ നെറ്റ്ബോക്സ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇന്റർനെറ്റ് തടസ്സങ്ങളെക്കുറിച്ച് സൗദി അറേബ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം രാജ്യത്തിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എത്തിസലാത്ത് നെറ്റ്വർക്കുകളിൽ ഇന്റർനെറ്റിന്റെ വേഗത കുറവാണെന്ന് UAE ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഇന്റർനെറ്റ് വേർപെടുത്തിയതിന് പിന്നിൽ ഹൂതികളാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് യമനിലെ ഹൂതി വിമതർക്ക് ബന്ധമുണ്ടായിരുന്നു. 2024 ആദ്യ പാദത്തിൽ ചെങ്കടലിനടിയിലെ കേബിളുകൾ ആക്രമിക്കാൻ ഹൂതികൾ പദ്ധതിയിട്ടിരുന്നതായി യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാർ ആരോപിച്ചിരുന്നു. അവയിൽ പലതും ഇതിനകം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. സമീപ ദിവസങ്ങളിൽ ഹൂതികളും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് യമനിലെ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ യമൻ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള തിരിച്ചടിയായാണോ കേബിളുകൾ തകരാറിലാക്കിയതെന്ന സംശയവും വ്യാപകമാണ്. നേരത്തെ 2024 ഹൂതികൾ ചെങ്കടലിലെ ഇന്റർനെറ്റ് കേബിളുകൾ മുറിച്ചതായി യമനിലെ ഔദ്യോഗിക ഭരണകൂടം ആരോപിക്കുന്നത്. ഹൂതി നേതൃത്വം തുടക്കത്തിൽ ഇത് നിഷേധിച്ചെങ്കിലും അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയായ ചെങ്കടലിൽ ഹൂതികൾ നിരവധി കപ്പലുകൾ ആക്രമിച്ചിരുന്നു. കപ്പലുകളുടെ നങ്കൂരങ്ങൾ തട്ടിയും മുൻപ് ഇന്റർനെറ്റ് കേബിളുകൾ പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.